സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ബി.ജെ.പി. വളർച്ച കൈവരിച്ചത്. ക്രൈസ്തവ മേഖലയിൽ ബി.ജെ.പി. സ്വാധീനം വർദ്ധിപ്പിച്ചും ഈഴവ വോട്ടിലെ വർധനവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് വേരുറപ്പിക്കാൻ സഹായകമായി. മികച്ച സംഘടനാ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ബി.ജെ.പി. നേതൃത്വത്തിന് ദേശീയ നേതാവായ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്നതോടെ പുതിയ രൂപവും ഭാവവും കൈവന്നു. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ പല കോണിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നെങ്കിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയക്കൊടി പാറിപ്പിക്കാമെന്ന് സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമാണ് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ നേതൃത്വത്തിന് കീഴിൽ ബി.ജെ.പി. വിജയമുറപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിലെ വർധനവ് വലിയ പ്രതീക്ഷയാണ് നേതൃത്വത്തിന് നൽകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം താലൂക്കിൽ ഉൾപ്പെടുന്ന കഴക്കൂട്ടം, ശ്രീകാര്യം എന്നീ പഞ്ചായത്തുകളും ഇതേ താലൂക്കിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയിലെ 1 മുതൽ 12 വരെയുള്ള വാർഡുകൾ 14, 76, 81 എന്നീ വാർഡുകളും ചേർന്നതാണ് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം. 2021 CPM-ന്റെ കടകംപള്ളി സുരേന്ദ്രനാണ് മണ്ഡലത്തിൽ നിന്നും വിജയക്കൊടി പാറിച്ചത്. 63,690 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ മണ്ഡലം സ്വന്തമാക്കിയപ്പോൾ 40,193 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷവുമായി ബി.ജെ.പിയുടെ വനിതാ പോരാളി ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥി S.S. ലാൽ 32,995 വോട്ടുകളുമായി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ശോഭാ സുരേന്ദ്രന്റെ ലീഡ് അന്ന് UDF ക്യാമ്പുകളെ വിറപ്പിക്കുന്നതായിരുന്നു. 1977 മുതലുള്ള മണ്ഡല ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിനൊപ്പമാണ് പലപ്പോഴും മണ്ഡലം നിന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI-ലെ പന്ന്യൻ രവീന്ദ്രനിൽ നിന്ന് ശശി തരൂരിലൂടെയാണ് കോൺഗ്രസ് മണ്ഡലം പിടിച്ചെടുക്കുന്നത്. 2009, 2014, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ശശി തരൂരിനായിരുന്നു വിജയം. 2019 തെരഞ്ഞെടുപ്പിൽ 4,16,131 വോട്ടുകൾ നേടി തരൂർ ലോക്സഭയിലെത്തിയപ്പോൾ CPM സ്ഥാനാർത്ഥി C. ദിവാകരൻ 3-ാം സ്ഥാനത്തേക്ക് വീണു. ബി.ജെ.പി. സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 3,16,142 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ 2,58,556 വോട്ടുകൾ മാത്രമാണ് ദിവാകരന് നേടാനായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ LDF നേട്ടമുണ്ടാക്കിയപ്പോൾ ബി.ജെ.പി. വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച പഞ്ചായത്തുകളിലൊന്നാണ് കഴക്കൂട്ടം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ M.A. വാഹിദിനായിരുന്നു വിജയം. 50,787 വോട്ടുകൾ നേടി അദ്ദേഹം വിജയിച്ചപ്പോൾ CPM സ്ഥാനാർത്ഥി C. അജയകുമാർ 48,591 വോട്ടുകളും ബി.ജെ.പി. സ്ഥാനാർത്ഥി പത്മകുമാർ 7,508 വോട്ടുകളും സ്വന്തമാക്കി. ഇത്തരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ മുന്നേറ്റമാണ് ബി.ജെ.പി. നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി V. മുരളീധരൻ 42,732 വോട്ടുകളാണ് മണ്ഡലത്തിൽ നിന്നും സ്വന്തമാക്കിയത്. 2021 തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന്റെ ഭൂരിപക്ഷം 40,193 ആയിരുന്നു. K. മുരളീധരൻ 2016 നേടിയ വോട്ടുകളേക്കാൾ കുറവായിരുന്നു ഇത്. എന്നാൽ നിലവിൽ ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് ലഭിക്കുന്ന സ്വീകാര്യത കണക്കാക്കി V. മുരളീധരൻ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായാൽ മണ്ഡലം പിടിക്കാനാകുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ കീഴിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ.